ഞങ്ങൾ ഇവിടെ നിന്നേനാന്നോ അമ്മണി പാട്ട് പാടിയത് ടൈറ്റാനിക്കിലെ സോങ് ഒക്കെ. കുട്ടുമൻ അത് കേട്ടതല്ല ചിരിയോട് ചിരിയും. കഴിഞ്ഞ കുട്ടുമൻ ടൈറ്റാനിക്ക് കാണുന്നുണ്ടായിരുന്നു ഞാന്. എങ്ങനെയുണ്ട് യാത്ര? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? യാത്രയുടെ തുടക്കമല്ലേ, നമ്മളെ കൊണ്ട് പോകുന്നല്ലേ ഉള്ളൂ. എവിടെ ചേട്ടാ പോകുന്നത്? ലക്ഷദ്വീപ് അല്ലേ? ഞാൻ പിന്നെ ഗൾഫിൽ നിന്ന് വന്നിട്ട് നിങ്ങളെയൊക്കെ ഒന്ന് ലക്ഷദ്വീപ് കാണിക്കാതെ പോകുന്ന എങ്ങനെ തിരിച്ച്? എന്തായാലും അമ്മയുടെ അച്ഛൻ ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നോണ്ടെന്നാലും ആ ആഗ്രഹം സാധിച്ചു കിട്ടിയല്ലോ. പിള്ളേരെ അങ്ങ് ചെറിയൊരു ദ്വീപ് പോലെ കാണുന്നു. എനിക്ക് തോന്നുന്നു ലക്ഷദ്വീപ് അടുക്കാറയുന്ന ഒരു ദ്വീപിന്റെ ഭാഗം കാണുന്നുണ്ട്. ലക്ഷദ്വീപ് ആയിരിക്കും അത്. എന്താ സാർ? ഞാൻ ഒരു അത്യാവശ്യം കാര്യം പറയാൻ വേണ്ടിട്ട് വന്നതാ. എന്താ സാറേ, എന്താ കാര്യം? നമ്മുടെ ബോട്ടിന്റെ ദിശ തെറ്റിട്ടുണ്ട്. ഏത് വഴിക്കോട്ടെ ഇപ്പൊ പോകുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. സാറ് നമ്മളെന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളെല്ലാരും ഒന്ന് ജാഗ്രത പാലിക്കണം. നമ്മുടെ ബോട്ട് ഏത് വഴിക്കോട്ടാ പോകുന്ന ഒരു തിട്ടവും കിട്ടുന്നില്ല. അതുകൊണ്ട് ലക്ഷദ്വീപിലോട്ട് മിക്കവാറും പോകാൻ സാധ്യത കുറവാണ്. അവിടെ ഒരു ദ്വീപ് കാണുന്നുണ്ട്, അങ്ങോട്ട് ഇപ്പം അടുപ്പിക്കാൻ പോവാം. നമ്മളിപ്പോൾ കുറേ ദൂരം ആയല്ലേ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ലക്ഷദ്വീപ് നോക്കിയിട്ട് കാണുന്നില്ല. ഒരു ദ്വീപ് അങ്ങ് കാണുന്നുണ്ട്, അങ്ങോട്ട് അടുപ്പിക്കാൻ പോവാം. സാറെ പേടിക്കേണ്ട ആവശ്യം എന്തെങ്കിലും ഉണ്ടോ? നോ നോ നോ, ആരും പാനിക്കാവരുത്. ജാഗ്രത മാത്രം മതി. ഇവന്മാരൊരു തോന്നിയാസം കാണിച്ചിട്ട് നമ്മള് ജാഗ്രത പാലിക്കണം പറഞ്ഞു. എന്തുവാ ഇത്? എവിടെ നോക്കി ഇവന്മാര് വണ്ടി ഓടിച്ചത്? കരയിലോട്ട് അടുത്തടുത്ത് വരും കേട്ടോ. അവര് പറഞ്ഞില്ലേ ആ ദ്വീപിലോട്ട് അടുപ്പിക്കാന്ന്. എന്തായാലും നമുക്ക് ആ ദ്വീപിൽ പോയി ഇറങ്ങാം. പിന്നെ നമ്മളിപ്പോ എന്ത് ചെയ്യാനല്ലാതെ. എല്ലാരും സൂക്ഷിച്ചിറങ്ങിയോ ബോട്ടേന്ന്? ബോട്ടിലെ ജീവനക്കാരെ പിടിച്ചിറക്കിക്കോളും ചേട്ടാ. മോളെ നോക്കി ഇറങ്ങാന്. സാറേ, അമ്മയെ മുറുക്കെ പിടിച്ചോടെ വീടാതെ. ഓക്കെ ഓക്കെ. ഈ ബോട്ട് ഇങ്ങനെ ഇട്ടേക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ആ ബോട്ടിനെ ലെവലിലാക്കി ഇടട്ടെ. അതിനകത്ത് ഇന്ധനം തീരാറായി. നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ചില്ലേ? ശരി സാർ. സാറേ, ഇപ്പൊ ഈ ലക്ഷദ്വീപിലോട്ട് ഇനി എപ്പോ പോകും? ഞങ്ങളുടെ കുറ്റമല്ലല്ലോ ഇതിപ്പോ ഇവിടെ വന്ന് കയറിയത്. സോറി മാഡം, ഞങ്ങളുടെ മിസ്റ്റേക്കാ. അത് ദിശ മൊത്തം തെറ്റിപ്പോയി. നമുക്ക് റേഞ്ച് കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല, നമുക്ക് സിഗ്നൽ കിട്ടുന്നില്ല. അതൊക്കെ ഒന്ന് കിട്ടിയിട്ട് നമ്മൾ പോകുന്നതായിരിക്കും. ഞങ്ങൾ അപ്പോഴത്തേക്കും ആ ബോട്ടൊന്ന് റെഡിയാക്കി ഇടട്ടെ. യുവന്മാർ ഈ തോന്നിയ ദിവസം കാണിച്ചു വെച്ചിട്ട് അവന്മാരെങ്ങാണ്ട് ബോട്ടിനകത്ത് കയറിപ്പോയി. നമ്മളെന്താ ഇനി ഇപ്പൊ ഇവിടെ കിടന്ന് എന്ത് ചെയ്യും? നമുക്ക് അതിന് അറിയാത്ത സ്ഥലം. എവിടെ ബോട്ടിൽ കയറി പോയോ അവര്? ഇല്ല, ബോട്ട് കയറി പോയിട്ടൊന്നും ഇല്ല. അവരാ ബോട്ട് തന്നെ അറേഞ്ച് ചെയ്തിടുക. അത് ശരിയാ. നമ്മൾ ഈ കടൽ തീർത്തതിന് കുറ്റി അടിച്ചിട്ട് ഒരു കാര്യമില്ല. ഭാഗത്തോട്ടങ്ങനെ പോയി കടവല്ലോണ്ടോ നോക്കാം. കടയൊക്കെ കാണും എന്തോ. വാ നോക്കാം എന്തായാലും. പിന്നെ പിള്ളേർക്ക് വല്ലതും കഴിക്കണ്ടേ? ഈ കാട്ടിനകത്ത് ഇപ്പൊ എവിടാന്ന കട? നമ്മുടെ റെഡ് ദ്വീപിൽ ഏതോ മനുഷ്യർ കടന്നു പറ്റിയതുപോലെ. മനുഷ്യരോട് നല്ല മണം വരുന്നുണ്ട്. ഞങ്ങൾക്ക് മണം കിട്ടുന്നുണ്ട്. നിങ്ങൾ എത്രയും വേഗം പോയി കണ്ടുപിടിക്കൂ. നമ്മുടെ ഈ റെഡ് ദ്വീപിൽ ആരൊക്കെയോ വന്നിട്ടുണ്ട്. മഹാരാജൻ പറഞ്ഞതുപോലെ. നിനക്ക് തോന്നിയതായിരിക്കും അമ്മണി. അവള് പറയുന്ന അങ്ങ് വിട്ടുകളയണ്ട. കാരണം അത് ഒരു ദ്വീപാ. ദ്വീപിലൊക്കെ എന്തൊക്കെ സാധനങ്ങളാണെന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. ഇവിടെ മനുഷ്യരൊന്നും കാണത്തൊന്നും ഇല്ലായിരിക്കും. അമ്മണി മോൾ എന്തെങ്കിലും മൃഗത്തെയാണോ കണ്ടത്? നമ്മൾ കുറെ ദൂരമായിട്ട് കട നോക്കി നടന്നു. കടയും കാണുന്നില്ല, ആരെയും മനുഷ്യരെയും കാണുന്നില്ലല്ലോ. എങ്ങനെയാടി? എനിക്ക് പിള്ളേർ പറഞ്ഞ് കേട്ടിട്ട് പേടിയാവുന്നത്. ഇനി അകത്തോട്ട് കട അന്വേഷിച്ച് പോണോ? കുട്ടുമൻ വിശക്കുന്നുണ്ട്, പോകാതിരിക്കാനും ഭയ. കട അന്വേഷിച്ച് മനുഷ്യരെ കാണുന്നത് പോലും ഇല്ല. എന്തായാലും ആ രണ്ട് കൽപ്പിച്ച് കുറച്ച് ദൂരം കൂടെ പോയി നോക്കാം കട വല്ലതും ഉണ്ടോന്ന്. ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ചങ്ങ് പോകാം ആ ബോട്ടിന്റെ അടുത്തോട്ട്. എവിടെ സംസാരം പോലെ കേട്ടത്? അയ്യോ, ചുമന്നാളല്ലേ സാധനം. എന്താ നാണിയമ്മേ? എല്ലാരും വാ ഇങ്ങോട്ട്. അങ്ങോട്ട് പോകണ്ട. നീ കയറി. എന്താ നാണിയമ്മേ? ഞാൻ കണ്ട് കേട്ടോ. അമ്മണിയാണെന്ന് പറഞ്ഞില്ല. ചുമന്ന സാധനത്തിന് ഞാൻ കണ്ട്. ഇത് ആ കാട്ടിൽ നിൽക്കുന്നത് ഞാൻ കണ്ടത്. മരത്തിന്റെ ബാക്കി നിൽക്കുന്നതാ കണ്ടത്. ഇവരിപ്പോ ഇത്രയും പേര് കണ്ട സ്ഥിതിക്ക് എന്തായാലും കാണുമായിരിക്കും. നമുക്കെന്നാ തിരിച്ചങ്ങ് അവിടെ തന്നെ പോവാം. ആ ബോട്ടിന്റെ അടുത്തോട്ട് പോവാം. വാ. അത് ശരിയാ. ആ മനുഷ്യര് നമ്മുടെ കയ്യിൽ നിന്ന് ഇനി വിട്ടു പോകത്തില്ല. നമ്മുടെ ചുവപ്പ് സേനയെ മൊത്തം അറിയിക്കേ. ഇവിടെ എത്താൻ പറയാം എത്രയും പെട്ടെന്ന്. ആ മനുഷ്യരെ ഒരാളെ പോലും വെറുതെ വിടരുത്. മഹാരാജന്റെ അടുത്ത് നമുക്ക് എത്രയും വേഗം അവരെ എത്തിക്കണം. അവരെ നമുക്ക് വെറുതെ പിടിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും കെണിയൊരുക്കണം. കെണിയൊരുക്കേ പിടിക്കാൻ പറ്റൂ. അവരെ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേഗം അവരെ കെണിയൊരുക്കി പിടിക്കാം. അവര് മറ്റേ വഴി കെണിയൊരുക്കിയിട്ടുണ്ട്. നമുക്ക് ഈ വഴി കെണിയൊരുക്കാം.
അതെ, അവർ ഈ വഴി വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഈ സ്വർണ്ണമരം ഇവിടെ സ്ഥാപിക്കാം. സ്വർണ്ണമരം? ഏത് സ്വർണ്ണമരം? ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. എങ്ങനെയുണ്ട് ഈ സ്വർണ്ണമരം? കണ്ടാൽ ആരായാലും ഒന്ന് തൊട്ടിട്ടേ പോവും. ഇത് തന്നെയാണ് ഇവിടുത്തെ ട്രിക്ക്. അവർ ഈ സ്വർണ്ണമരം വന്ന് കാണും, തൊടും. പിന്നത്തെ കാര്യം പിന്നെ. അവർ വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, സൗണ്ട് കേൾക്കുന്നത്. വാ, നമുക്ക് പെട്ടെന്ന് ഒളിച്ചിരിക്കാം. എന്തായാലും ഇത്രയും നല്ല കാട്, ഈ കാട്ടിൽ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ. സ്വർണ്ണമരം എവിടെ? അത് ഓടി അങ്ങോട്ട് നോക്കിക്കേ. നിന്റെ ബാക്കി നിൽക്കുന്ന സ്വർണ്ണമരം പറ്റി ശാന്തേ. അയ്യോ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് സ്വർണ്ണമെന്ന് തോന്നുന്നു കേട്ടോ, പ്യുവർ സ്വർണ്ണമാ. നമുക്ക് ഇതിന് കുറച്ചൊക്കെ അടത്തിക്കൊണ്ട് പോയാലോ. ഇതിന്റെ ഇല വരെ സ്വർണ്ണം കേട്ടോ. ഇത് കണ്ടില്ലേ, സ്വർണ്ണ പൈസക്കകത്താ ഇത് ഉണ്ടായി നിൽക്കുന്നത്. അതിന്റെ ആ കമ്പ്, കൊമ്പ്, അതിന്റെ എല്ലാം സ്വർണ്ണം തന്നെ. ശരി ശാന്തേച്ചി, എടുക്കാം നമുക്ക് കുറച്ച്. സ്വർണ്ണമാലയും സ്വർണ്ണക്കൊലുസും എല്ലാ പണിയും നമുക്ക് ഇതുകൊണ്ട്. നീ അവിടെ നിന്ന് പിടിക്ക്, നമുക്ക് ഒരു കമ്പിങ്ങി വലിച്ചൊളിച്ചെടുക്കാം. അയ്യോ, ഈ പെണ്ണുങ്ങളെ കൊണ്ട് തോറ്റല്ലോ. അതിലൊക്കെ കയറി പിടിക്കരുത്, വല്ല ഏടാകൂടും ആയിരിക്കും. പെണ്ണുക്ക് പിന്നെ സ്വർണ്ണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ അത്യാർത്ഥിയാ. ശാരദ, നീ എന്റെ മോളിൽ കയറി, ഞാനോട് കയറി വരട്ടെ. ഞങ്ങൾ ആണുങ്ങളൊക്കെ ഒന്ന് മാറിക്കട്ടെ, പെണ്ണുങ്ങളൊക്കെ കയറിക്കോ. എനിക്ക് സ്വർണ്ണത്തിനോട് കൊതിയുണ്ട്. അവര് പിന്നെ അടർത്തി എടുക്കുന്നുണ്ടല്ലോ, അവരടത്തി എടുത്തിട്ട് വരട്ടെ. മക്കളെ ആവശ്യത്തിന് മാത്രം അടർത്തി എടുത്താൽ മതി കേട്ടോ. കാട്ടിലെ സാധനമാണ്, നമുക്ക് ഒരുപാടൊന്നും വേണ്ട. അമ്മ എന്തോ അമ്മ പറയുന്നത്? ഒരു ചില്ല എടുത്താൽ തന്നെ ഉണ്ട് നമുക്കൊരു ജന്മം മൊത്തം കഴിയാനുള്ള സ്വർണം. ഇത് തോടിക്കാനായിട്ട് കയ്യൊന്നും അനങ്ങുന്നില്ലല്ലോ. എന്താ വല്ല സംഭവിച്ചോ? ഞാൻ അപ്പോഴേ പറഞ്ഞ കാട്ടിലുള്ള സാധനമാ, അതിനകത്ത് കയറി പിടിക്കരുത് പറഞ്ഞതാ. ചേട്ടാ, ഞാൻ കനങ്ങാൻ പറ്റുന്നില്ല ചേട്ടാ, ഒട്ടി നിൽക്കും ഇതിനകത്ത്. എന്താ നിങ്ങൾ പറഞ്ഞ ഒട്ടിപ്പോയെന്നതിലോ? അത് ശരിയാന്നല്ലോ. യോ, ഓമരങ്ങൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ എങ്ങനെ പറയുന്നത് രക്ഷപ്പെടും? നാണീമ, നമുക്കൊരു കാര്യം ചെയ്യാം. പെട്ടെന്ന് നമുക്ക് അങ്ങനെ ആ വോട്ടുകാരെ പോയി വിളിച്ചോണ്ട് വരാം. എന്നാ വേഗം വാ. വല്ല ആവശ്യം ഉണ്ടായിരുന്നു ശാരദ, എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. നമ്മൾ അപ്പോഴേ ഈ സ്വർണം കണ്ടപ്പോഴത്തേക്ക് നമ്മളൊന്നും ചിന്തിച്ചില്ല, നമുക്ക് ആർത്തി കയറി. ഇതെവിടെ സ്ഥലം? ഇവിടെ തീയൊക്കെ കൂട്ടിയേക്കുന്നത്. നമ്മൾ പക്ഷെ ഇവിടെ നല്ലല്ലോ മുമ്പ് ഇറങ്ങിപ്പോയത്. ബോട്ട് ഇവിടെ അല്ലായിരിക്കും. നാണിമേ, നമുക്ക് ഇതിന്റെ അപ്പുറത്തെ സൈഡിൽ പോയി നോക്കാം, പാറയുടെ അപ്പുറത്തെ സൈഡിൽ. വേഗം വാ, ആരും കാണുന്നില്ല. നമുക്ക് ഇവിടെ ആരും ഉണ്ട്. അത് തീ കത്തിച്ചേക്കുന്നേ. മോനെ, നീ ഒന്നും മിണ്ടായിരുന്നേ. അവനിപ്പോ വരും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതോടുകൂടി ഞാൻ മതിയാക്കി സ്വർണ്ണത്തോടുള്ള ഭ്രമം. സന്തോഷം, നമ്മൾ ഇവിടെ നേരത്തെ വന്ന് ഇറങ്ങിയത്. അതേ നാണിയമ്മേ, ഇത് തന്നെ തീരം. നമ്മൾ ഇവിടെ തന്നെ വന്ന് ഇറങ്ങിയത്. പക്ഷെ നമ്മൾ വന്ന് ഇറങ്ങിയ ബോട്ട് കാണുന്നില്ലല്ലോ. അവന്മാര് പറഞ്ഞു ഈ ബോട്ട് അവിടെ അറേഞ്ച് ചെയ്ത് ഇടാന്നല്ലായിരുന്നു പറഞ്ഞത്. ഇപ്പൊ ബോട്ട് കാണുന്നില്ലല്ലോ. ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ അവന്മാരങ്ങ് മുങ്ങിക്കളയുമെന്ന്. അവന്മാർ രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു നമ്മളിവിടെ ആക്കിയിട്ട്. ഒന്നുമില്ലെങ്കിലും നമ്മുടെ ഭാഗത്ത് തന്നെയോ നാണീന്ന് തെറ്റ്. കാരണം നമ്മളിവിടെ നിന്നായിരുന്ന കുഴപ്പമില്ലായിരുന്നു. നമ്മളങ്ങ് കയറി പോയിട്ടല്ലേ, കട അന്വേഷിച്ച് കയറി പോയിട്ടല്ലേ ഇപ്പൊ അവര് ബോട്ട് കൊണ്ട് പോയത്. നീ ആ സൈഡിലോട്ട് മാറി നോക്കി, അവിടെ എവിടെയും ബോട്ടുണ്ടോന്ന്. ഇവിടെ ഒന്നും കാണുന്നില്ല. ഇവിടെ നെത്തി നോക്കാം നമുക്ക് അങ്ങോട്ട്. പക്ഷെ ബോട്ടിന്റെ ഒരു പൊടി പോലും കാണുന്നില്ലല്ലോ. എന്റെ പൊന്നു ശാരദേ, ആ റെഡ് കളർ ഇട്ട സാധനങ്ങളോ തോന്നു വന്നത്. എനിക്കത് തിരിയാൻ പറ്റിയപ്പോ അയ്യോ, നിൽക്കുന്നവര്. ആഹാ, നീയൊക്കെ ഇവിടെ വന്നോ? നിന്റെ രണ്ടെണ്ണം മാത്രം കണ്ടില്ല. നീ രണ്ടും ഈ കെണിക്കത്ത് പെട്ടില്ലേ? നീ രണ്ടെണ്ണം അല്ലല്ലോ, നീ മൂന്നെണ്ണം മാത്രമേ ഈ കെണിപ്പെട്ടില്ല. ബാക്കി എല്ലാവരും കെണിപ്പെട്ട് കിടക്കുക. അയ്യോ, അപ്പൊ ഇവര് കണി വെക്കായിരുന്നു നമ്മളെല്ലാരും പെടുത്താൻ വേണ്ടി. സ്വർണ്ണ കൊതിച്ചുകളായ ബുദ്ധിയില്ലാത്ത പെണ്ണുങ്ങൾ പോയി അതിനകത്ത് കയറി പിടിച്ച് അതിൽ പെട്ടുപോയി. എടാ, നിന്നെ ഞങ്ങളിപ്പോ പിടിച്ച് കെട്ടാൻ പോവാ. വാ, ഇങ്ങോട്ട് വാ. മൂന്നെണ്ണം കൂടി ഇങ്ങോട്ട് വാ. അയ്യോ, അവരെല്ലാം കെട്ടി തൂക്കിയിട്ട്.
എന്റെ പിള്ളേരെ ഇതിന് നല്ലതാ സ്വർണ്ണമരത്തിൽ പോയി പിടിക്കുന്നതായിരുന്നു. നേരെ ചൊവ്വേ അവിടെ പോയി നിൽക്കായിരുന്നല്ലോ. ഇനി എല്ലാരും നമുക്കിനി സമയം കൊള്ളാതെ ചാക്കിനകത്താക്കി നമ്മുടെ മഹാരാജന്റെ മുമ്പിൽ എത്തിക്കണം. അയ്യോ ഇതോ മഹാരാജൻ ഇങ്ങോട്ട് എഴുന്നള്ളുന്നു. മഹാരാജൻ മഹാരാജൻ അടിയെങ്കിൽ ഇവരെ അങ്ങോട്ട് കൊണ്ടുവരാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴേക്കും മഹാരാജൻ ഇങ്ങനെ എത്തി. നിങ്ങൾ മിടുക്കന്മാരാ, നിങ്ങൾ ഇവരെ എല്ലാം പൂട്ടിക്കളഞ്ഞല്ലോ. ഞാനിതെല്ലാം അറിയുന്നുണ്ടായിരുന്നു, അങ്ങനെ ഞാൻ ഇവിടെ എത്തിയത്. ഓ ഭാഗ്യം, മഹാരാജന് ദേഷ്യമൊന്നുമില്ല നമ്മളോട്. ശരി ശരി, എത്രയും പെട്ടെന്ന് ഇവരെല്ലാവരും നമ്മുടെ മടയിലേക്ക് കൊണ്ടുപോവാ. ഹാൻഡ്സപ്പ്. ആയുധധാരികളായ നിങ്ങളാരാ? ഞങ്ങളെ ദ്വീപിൽ വന്നിട്ട് നിങ്ങൾ അറിയാം ഞങ്ങളെ ചൂട്ടിക്കാണിക്കാൻ വേണ്ടിട്ട്. അയ്യോ ഇത് തോക്കാന്നല്ലോ, നമ്മുടെ തോക്കൊന്നും ഇല്ലല്ലോ. ഇവർ തോക്ക് വെച്ച് വെടിവെക്കും നമ്മളെ. എത്രയും പെട്ടെന്ന് ഇവരെല്ലാരും മോചിപ്പിക്ക്, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാത്തിനും ഞങ്ങൾ വക വരുത്തി. ഈ തോക്കുണ്ട്, നമ്മളതിന് ആയുധമൊന്നും ഇല്ലല്ലോ. ഇപ്പൊ എന്താ ചെയ്യുന്നത്? നമ്മുടെ ബോട്ടിലുണ്ടെന്നാ ജീവനക്കാരെ എത്തിയേക്കുന്നത്. കമാൻഡോയും എല്ലാം ഉണ്ട്. ഇനി ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി എല്ലാ കാര്യവും അവർ നോക്കിക്കോളും. നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവർ ആയുധധാരികളാ. നിങ്ങൾ എത്ര പെട്ടെന്ന് ഇവരെ മോചിപ്പിക്കും. മഹാരാജാവിന്റെ കൽപ്പന പോലെ. നമ്മൾ ആ റെഡ് ദ്വീപിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നാലും ലക്ഷദ്വീപിനായിട്ട് എത്താറായി. ആ ശരിയാ, കുട്ടുവാൻ പാടട്ടെ നീ.